ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നതാൻ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ, ബിസിനസ് എങ്ങനെ ചെയ്യും, ഒരു ക്ലോത്തിങ് ബിസിനസ് എങ്ങനെ ചെയ്യും, എന്തൊക്കെയാണ് പ്രോസസ്സ്, അതിന് നല്ല എക്സ്പെൻസീവ് ആവുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരൊറ്റ വീഡിയോ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അതെ, അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ വന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു യൂണിക് ലൈൻ കണ്ടെത്തണം. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ വീഡിയോസ് ഒന്ന് കാണണം, ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. നമ്മളൊരു ലൈൻ കണ്ടെത്തണം, അതിനുശേഷം അതിന് ഡൊമൈൻ കണ്ടെത്തണം, ഡൊമൈൻ ചെയ്യണം. നമുക്ക് പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഔട്ടും ചെയ്യാം കേട്ടോ. വെബ്സൈറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു വെബ്സൈറ്റ് എങ്ങനെ ചെയ്യാം, വെബ്സൈറ്റ് എക്സ്പെൻസീവ് ആണ്, അത് കുറച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാ, നമുക്കത് സ്റ്റിച്ച് ചെയ്യണം, പിന്നെ ആ ഫാബ്രിക് കളക്ട് ചെയ്യണം. അങ്ങനെ കുറച്ചുകൂടെ പ്രോസസ്സുകളുണ്ട്. നമ്മൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ടാഗ് വേണം. നമ്മുടെ ടാഗ് ഞാൻ പറഞ്ഞില്ല, ഇതാണ് നടാങ്കിയുടെ ടാഗ്. ഈ ടാഗ് പ്രൈസ് ടാഗ് ആണ് കേട്ടോ. പ്രൈസ് ടാഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുറകെ വെക്കുന്ന സ്റ്റിച്ചിങ് ടാഗ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് അതായത് ഫൈനൽ സ്റ്റേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ടാഗിന്റെ ഒക്കെ. ശേഷം പിന്നെ ചെയ്യണം ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ്. നമ്മളൊരു നല്ലൊരു ഡിസൈൻ കണ്ടെത്തണം. നമുക്ക് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈനിനെ നമ്മുടേതായിട്ട് രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്യാം. അത് വലിയ കാര്യമുള്ളതല്ല, കാരണം നമ്മളെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ലേ. അപ്പൊ അതിന് നമുക്കൊരു ഡിസൈൻ, നമ്മുടെ ഒരു ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസിനനുസരിച്ച് നമുക്ക് മോഡൽസ് മാറ്റി കൊടുക്കാം. പക്ഷെ അതിന് ഏത് ഫാബ്രിക് ചെയ്യണമെന്ന് നമുക്ക് ഡൗട്ട് ആണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ക്ലോത്ത് കൂടെ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. പിന്നെ നമുക്കൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് കണ്ടെത്തുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ബൾക്കായിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മീറ്റർ അനുസരിച്ച് കുറച്ച് മീറ്റർ ആയിട്ട് എടുക്കാതെ ബൾക്കായിട്ട് എടുക്കുക. ഒരു ബണ്ടിൽ അല്ലെങ്കിൽ 2 ബണ്ടിലൊക്കെ. അതിൽ ഒരു ബണ്ടിൽ വരുമ്പോൾ ഒരു 20 മീറ്റർ ഒക്കെ ഉണ്ടാവും. ആ 20 മീറ്റർ ആകുമ്പോൾ നമുക്ക് 1 മീറ്റർ മുറിച്ചെടുക്കുന്നേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കുറച്ച് തരും നമുക്കൊരു ബണ്ടിൽ എടുക്കുമ്പോൾ. അങ്ങനെ ബണ്ടിൽ പർച്ചേസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള എന്തുകൂടെ പർച്ചേസ് ചെയ്യണം, ലൈനിങ് ക്ലോത്ത് കൂടെ. ലൈനിങ് ക്ലോത്ത് ശ്രദ്ധിക്കണം, കളർ പോകുന്നുണ്ട്. ഈ നമ്മൾ മെയിൻലി ഫാബ്രിക് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതിന്റെ ക്വാളിറ്റി എന്താണ്, എങ്ങനെയാണ്. നമ്മൾ കുറച്ച് വാങ്ങിക്കൊണ്ടുപോയിട്ട് ആദ്യം അത് വാഷ് ചെയ്തൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ചീപ്പായിട്ടുള്ള സാധനം കൊടുക്കാൻ പാടില്ലല്ലോ, അത് നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഫാബ്രിക് കളക്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോവാം. അതിനുശേഷം മെറ്റീരിയൽസ് ഇതെല്ലാം കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റ് കണ്ടെത്തുക. നമ്മുടെ ഏരിയയിലൊക്കെ നമ്മളൊന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ ഒരുപാടെന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റിച്ചിങ് യൂണിറ്റുകളുണ്ടാവും. നമ്മൾ ഒറ്റ സ്റ്റിച്ചിങ് യൂണിറ്റ് ചെന്ന് കയറിയിട്ട് ആ കൊള്ളാം എന്ന് പറഞ്ഞ് നേരെ അവിടെ പോയി സ്റ്റിച്ചിങ്ങിന് കൊടുക്കാതിരിക്കാം. ഒരുപാട് പേര് റെഫർ ചെയ്ത് നോക്കിയ ശേഷം നമുക്ക് കിട്ടുന്നത് ഏതാണ്, നമ്മുടെ ഒരു അളവിന് നമ്മുടെ ഒരു എമൗണ്ടിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന സ്ഥലത്ത് മാത്രം കൊടുക്കുക. പൈസ മാത്രം നോക്കാതിരിക്കുക, അവരെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ ചെയ്യണം നമ്മുടെ ഒരു മോഡൽ ആയിക്കഴിഞ്ഞു, അതിനുശേഷം സ്റ്റിച്ചിങ് ആയിക്കഴിഞ്ഞു, പിന്നെ ടാഗ് ആയിക്കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിക്ക് ഒരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യാം അല്ലേ. ഞാൻ പറഞ്ഞ കണക്ക് ഫേസ്ബുക്കോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്ക് ചെയ്യാം. ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് കുറച്ചുകൂടെ ഗ്രോ അപ്പായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സൈറ്റ് വഴി തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം, കൊറിയർ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈസിലി ആയിട്ട് ചെയ്യാൻ ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. അത് അല്ലാതെയും ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക, സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക, പിന്നെ നമ്മുടെ സ്വന്തം ടാഗ് ലൈൻ യൂസ് ചെയ്യുക, പിന്നെ പ്രൈസ് ടാഗ് ഒക്കെ യൂസ് ചെയ്യുക. നല്ലൊരു യൂണിക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ. സന്തോഷമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.